ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കൂടാതെ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു. ചെർപ്പുളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം ചേർന്നു. 10 അജണ്ടകളാണ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ചെർപ്പുളശ്ശേരി നഗരസഭ 31-ാം വാർഡിൽ ചന്ദ്രപ്പറമ്പ് എന്ന സ്ഥലത്ത് പുതിയ കരിങ്കൽ ക്വാറി തുടങ്ങുന്നതിനായി അനുമതിക്കു വേണ്ടിയുള്ള അപേക്ഷ കൌൺസിൽ യോഗം ചർച്ച ചെയ്തു. എന്നാൽ ഭരണപക്ഷവും പ്രതിപക്ഷാംഗങ്ങളും ഈ അപേക്ഷയെ എതിർത്തു. നഗരസഭാ പരിധിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾ കൊണ്ട് തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും ഇനി ഒരു പുതിയ ക്വാറി കൂടി അനുവദിക്കാൻ സാധിക്കില്ലെന്നും നഗരസഭാ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. ആ മല ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പോൾ അത് വലിയ രൂപത്തിൽ അവരുടെ ജീവന ഭീഷണിയാവുന്ന രീതിയിലേക്ക് അത് പൂർണ്ണമായും വീട്ടിക്കാടന്മാരെ പൂർണ്ണമായും വലിയ മുതലാളിമാരുടെ കയ്യിലാണ്. അത് പൂർണ്ണമായും പൊളിച്ചെടുക്കാനുള്ള സംവിധാനമാണ്. 2019 പ്രളയകാലത്ത് ആ മലക്ക് താഴെയുള്ള 31-ലെയും 32-ലെയും വാർഡിലെ ആളുകൾ എങ്ങനെയാണ് രാത്രി വീട്ടിൽ കടന്നുറങ്ങിയതെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വലിയ കുടിവെള്ള പദ്ധതിയുടെ വലിയ ടാങ്ക് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പൂർണ്ണമായി നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് ഈ ഭരണസമിതിയുടെ തീരുമാനം എന്ന നിലക്ക് ആ ക്വാറിക്ക് പ്രഷറിന് ലൈസൻസ് അനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പുതിയ ക്വാറി അനുവദിക്കാൻ സാധിക്കില്ലെന്നും ഇതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കൌൺസിൽ യോഗത്തെ അറിയിച്ചു. കൂടാതെ നഗരസഭയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തി അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. മലയിടിക്കുന്ന ഭയമല്ല അവിടെ. ഇവിടെ വണ്ടി കൂടെ പൊടിവാരിയിട്ടും അല്ലെങ്കിൽ സത്യമായിട്ട് റോഡ് പൊളിച്ചിട്ട് ഇനി ഭയങ്കര ഒട്ടന്നെ വേറെ മുതലാളിമാരുമായിട്ട് 3 വീട് ഇപ്പം ഈ ഓണത്തിന് താമസമുണ്ട്. വേറെ കോരി ഇറങ്ങാനുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് കുടിയിരിക്കൽ വളർത്തനാണ്. കുടിയേറ്റ വളർത്തുന്ന പുറത്ത് 3 വീട് അവരെ വരട്ടുണ്ട്. ആ വേറെ കോരി ഇറങ്ങാനുള്ള വിചാരിപ്പം അത് കോരി ഇറങ്ങാമെന്ന് വേണ്ട ലൈസൻസിന് പ്രശ്നമൊന്നുമില്ല. ആളുകളെ പുനരധിഷ്ഠിക്കാൻ അവിടുന്ന് ഇറക്കി അത് കോരി ഇറങ്ങാൻ വേണ്ടി ആ മലയുടെ മുഴുവൻ പാറയായി പോയി ആ മല എന്നുള്ളത് വലിയ ബാധ്യതയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലൈസൻസ് നമ്മൾ ഒഴിവാക്കുക തന്നെ അപ്പുറം ഇതുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിൽ പെർമിഷൻ നൽകുന്ന വ്യവസ്ഥയ്ക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഭരണസമിതിയുടെ ആശങ്ക അറിയിക്കണം.